ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ UDFന്റെ സൈബർ അണികൾ അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ പറ. നമ്മുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും നോവായിരിക്കുന്ന 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കവളപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ, ആ ഘട്ടത്തെ സംബന്ധിച്ച് കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ സ്വരാജ് എവിടെയായിരുന്നു, സ്വരാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന നിലയിലേക്ക് ഇവർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജ പ്രചരണം ഉണ്ടല്ലോ. കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ആ മണ്ഡലത്തിലുള്ള തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന M സ്വരാജ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കവളപ്പാറയിലെത്തി ആ പ്രദേശത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നിന്നതിന്റെ ദൃശ്യങ്ങൾ മറ്റു വിശദാംശങ്ങളൊക്കെ ഈ നാടിന്റെ മുൻപിലുണ്ട്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ആ ഘട്ടത്തിലും വളരെ നീചമായി ഒരു ദുരന്തമുഖത്തെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വളരെ തെറ്റായ കള്ളപ്രചരണങ്ങൾ ആവർത്തിച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. 16-ന് മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാധു, ഈ സമയത്ത് നമുക്ക് ഈ പ്രൈം ടൈം ചർച്ചയെ നടത്താൻ വേണ്ടി കഴിയില്ല. കാരണം അന്നത്തെ ഇവരുടെ MLA തന്നെയായിരുന്നു ഈ കേരളത്തിനകത്തുള്ള വൈദ്യുതി മന്ത്രി. ഈ സമയത്തായിരിക്കും മിക്കവാറും പവർ കട്ട് ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പവർ കട്ട് സമയത്ത് വന്നിരുന്ന എന്തായാലും നമുക്ക് ഈ ഒരു ചർച്ച നയിക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നല്ലോ. ആ കാലത്ത് നിന്നും കേരളം ഒരുപാട് മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ജിൻഡോ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇന്ന് M സ്വരാജിന് മുദ്രാവാക്യം വിളിക്കാനും അദ്ദേഹത്തെ സ്വീകരിച്ചാനയിക്കാനും എത്തിയ ആളുകൾ ഏകപക്ഷീയമായി നടത്തിയ അക്രമമാണോ ഇന്ന് നിലമ്പൂരിൽ കണ്ടത്? ഏകപക്ഷീയമായി അവിടെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അഴിച്ചുവിട്ട ആക്രമണത്തെ, അവിടെ നടത്തിയ ആക്രമണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോകാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടപെട്ടതും നടത്തിയിട്ടുള്ളതും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് അക്രമ വിരുദ്ധതയെ സംബന്ധിച്ച് പറയാൻ തെല്ലൊന്നും ഉളുപ്പ് പോരാ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇതേ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചുറ്റികരിവാൾ നക്ഷത്ര മടയാളത്തിൽ വിജയിച്ച ഒരു സഖാവ് ഉണ്ടായിരുന്നു കേരള നിയമസഭയിൽ MLA ആയി, സഖാവ് കുഞ്ഞാലി, ഏറനാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിപ്ലവകാരി. എന്നിട്ട് കുഞ്ഞാലിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇതേ കോൺഗ്രസിന്റെ പിന്മുറക്കാർ ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്നു നിന്ന് ഇടതുപക്ഷത്തിന്റെ അക്രമം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനത അത് തിരിച്ചറിയുമെന്ന് മാത്രം അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, CPM മാഷോ നേരിട്ട് ഉന്നയിച്ച പല കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ കളിക്കുന്ന ചില കളികളെ കുറിച്ചാണ്. M സ്വരാജ് എന്നൊരു പേര് പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിന്റെ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് CPM പറയുന്നത്. പിന്നെ ഇത് ആരാം അത് പറയുന്നത്? CPM വ്യക്തിഹത്യയെ കുറിച്ചിട്ട് പുതുപ്പള്ളി ബൈ ഇലക്ഷന് ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഉടുപ്പും ബാഗും ചെരുപ്പും വരെ എണ്ണി പറഞ്ഞ് അതിനെ വ്യക്തിഹത്യ നടത്തി അത്രയും വരുമോ? പാലക്കാട് ബൈ ഇലക്ഷനിൽ ജാതിയും മതവും പറഞ്ഞ് പത്രപരസ്യം വരെ കൊടുക്കുന്ന രീതിയിൽ നടത്തിയ വ്യക്തിഹത്യയും ജാതി അധിക്ഷേപവും മതാധിക്ഷേപവും അതുപോലെ വരുമോ? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ നോക്കിയ അത്രയും വരുമോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലാണ് CPMന് വ്യക്തിഹത്യ നടത്താതെ തെരഞ്ഞെടുപ്പിന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? CPM ആണ് വ്യക്തിഹത്യക്കെതിരെ കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യർ. ഇവരെ കാണുമ്പോഴാണ് കേരളത്തിലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കണ്ടാമൃഗമൊക്കെ സ്വയം തോലുരിഞ്ഞ് AKG സെന്ററിന്റെ മുമ്പിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിക്കും. ഇവരെ അത്രത്തോളം എളിഭ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ LDF സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു എന്ന്, ഈ പ്രളയ സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിച്ചു, അയ്യപ്പന്റെ ബ്രഹ്മചര്യം പോയി എന്ന് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ്താവനയല്ലേ? ഇനി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അതിനെക്കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? ഞങ്ങൾ ആരും പറഞ്ഞതല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. CPIയുടെ ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ കൊടി പീറ തുണിയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചതും അതിന് തിരിച്ച് CPIക്കാര് വ്യാജ കമ്മ്യൂണിസ്റ്റെന്നും ചാരസന്തതികളെ സൂക്ഷിക്കണമെന്നൊക്കെ ലേഖനം എഴുതിയത് ജനയോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണോ? ഇതൊക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതല്ലേ? ഇതൊന്നും വ്യാജമല്ല മാധു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇനി രണ്ടാമത്തത് കുഞ്ഞാലി വധത്തെ കുറിച്ചിട്ട് ആർഷോ പറയുന്നു. ആർഷോ തന്നെ പറയണം, നിങ്ങൾ കുഞ്ഞാലി വധത്തെ കുറിച്ച് നിലമ്പൂര് പറയണം.
കുഴപ്പമായി എന്നാ തോന്നുന്നത്. കുഞ്ഞാലി വധത്തിന്റെ പേരിൽ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങൾ ആക്ഷേപിച്ച ആര്യാടൻ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാ പിന്നെ CPM നേരിട്ട് പിന്തുണച്ചത്? നിങ്ങൾ എന്തിനാ പിന്തുണച്ചത്? നിങ്ങളുടെ സഖാവ് കുഞ്ഞാലിയെ കൊന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ വ്യക്തിയെ തന്നെ നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ആർഷോ. അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത്? എന്താ ഉറക്കം വരുന്നു. സ്വന്തം സഖാവിനെ കൊന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഈ പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങൾ രക്തസാക്ഷികളും സൗകര്യപ്പെടാത്തപ്പോൾ അങ്ങ് മറവിയിലേക്കും തള്ളിവിടുന്ന ആ പരിപാടി ആദ്യം നിർത്തണം. ആര്യാടൻ മുഹമ്മദിനെതിരെ ഇവരുടെ തന്നെ മുന്നണിക്കകത്തെ നേതാവ് KM ഷാജി മൈക്ക് കെട്ടി പ്രസംഗിച്ച വാചകങ്ങൾ ഈ ഫ്ലോറിനകത്ത് പറയാൻ വേണ്ടി കഴിയോ? അങ്ങനെ ജിൻഡോയ്ക്ക് ചിലപ്പോൾ ജിൻഡോയുടെയും UDF-നെ നിലവാരം വെച്ച് പറയാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല, ഞാൻ പറയില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. ഇതേ ഇവരുടെ സ്ഥാനാർത്ഥി ആര്യടൻ ചൗക്കത്ത് പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് മൈക്ക് കെട്ടി പറഞ്ഞതിന്റെ ഓഡിയോ വൈറ്റ്സും വിഷ്വലും കൂടെ അവൈലബിൾ ആണല്ലോ. എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജിൻഡോയ്ക്ക് കഴിയുമെങ്കിൽ ജിൻഡോ പറഞ്ഞോ. അയ്യന്റെ മോനെ. അപ്പോ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങളുടെ രീതി അതല്ല, ഞങ്ങൾ അതിന് ഉദ്ദേശിച്ചിട്ടില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാനും കേൾക്കാനും കൊള്ളാത്ത കാര്യങ്ങൾ മൈക്ക് കെട്ടി വെച്ച് പറയുന്നവരാണോ CPM-ന്റെ വ്യക്തിധിക്ഷേപത്തിന്റെ പേരിൽ കുറ്റം പറയുന്നത്? UDF-ലെ കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്. ഇനി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിന്റെ പേരിൽ ഞങ്ങൾ ആരെയും മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ട് ആളെ വിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കാൻ നോക്കാറില്ല, കൊല്ലാറില്ല. അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹനീഫയെയും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. ലാൽജിയെയും ഹനീഫയൊക്കെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. ആർഷോ അങ്ങനെ നിലവാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു AASF-ന്റെ വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിൽക്കടി, അല്ലെങ്കിൽ നിനക്ക് തന്തയില്ലാത്ത മക്കളെ ആക്ഷേപിച്ച ആർഷോയുടെ നിലവാരം ഞങ്ങൾക്കില്ല. ആർഷോ നിർത്തുക. ആർഷോ നിലവാരത്തെ കുറിച്ച് പറയല്ലേ? നിലവാരത്തെ കുറിച്ച് ആർഷോ ആയിട്ടില്ല. നിലവാരം പഠിപ്പിക്കാനുള്ള നിലവാരം ആർഷോയ്ക്ക് ആയിട്ടില്ല. വെറുതെ അവന്റെ വായിച്ചിരിക്കണ എന്തിനോടാ കേൾക്കണേ? ആദ്യം ആർഷോ നിലവാരത്തിന്റെ ക്ലാസ് ഒന്ന് പരീക്ഷ എഴുതി പാസ്സാവും, എന്നിട്ട് ആ ക്ലാസ് ഒന്ന് നാട്ടുകാരെ കാണിക്കും, എന്നിട്ട് ഞങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ആദ്യം ആർഷോയ്ക്ക് നിലവാരം ഉണ്ടാകട്ടെ. ആർഷോ നിലവാരത്തിന്റെ പരീക്ഷ ഒന്ന് അറ്റൻഡൻസ് 100% കിട്ടി പരീക്ഷ എഴുതി ജയിച്ച് അത് നാട്ടുകാരെ ഒന്ന് കാണിക്കും, എന്നിട്ട് ആർഷോ UDF-ന്റെ നേതാക്കന്മാരെ നിലവാരം പഠിപ്പിക്കാൻ വന്നാൽ മതി. ആദ്യം പോയ നിമിഷ രാജുവിനോട് മാപ്പ് പറഞ്ഞിട്ട് വരണം, എന്നിട്ട് നിലവാരം പഠിപ്പിക്കണം കേട്ടോ. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? ശരി സർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.